അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇദ്ദേഹം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നുവോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ ദേവമാതാവിനോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ വിവിധ സമയങ്ങളിൽ ഈ മരിയനോട് ദേവമാതാവിനോടൊപ്പം ഈശോയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ, പേശികൾ, കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ത്വക്കുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവേ, 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 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുവിനെ ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ വിശുദ്ധ രക്തം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ, എപ്പോഴവർ ധ്യാനം കേട്ടാലും, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മേലെ, എപ്പോഴവർ ധ്യാനം കേട്ടാലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം മടപോലെ കൊയ്യട്ടെ. മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യർ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടങ്ങളിലെ ജീവിത ക്ലേശങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവരെ അവിടെ കർത്താവ് രക്തം തളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തളിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനസ്സിന്റെ രോഗങ്ങൾ, മസിന്റെ രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഞരമ്പിന്റെ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് പിച്ചിര രോഗങ്ങൾ, പിസിയോടി രോഗങ്ങൾ, അർച്ചത രോഗങ്ങൾ, കരളിന്റെ രോഗങ്ങൾ, ഗർഭാശയത്തിന്റെ രോഗങ്ങൾ, കുടലിന്റെ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, ഹൃദയത്തിന്റെ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ഫുള്ളസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ്. ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട്. അവരെ മാതാവിന് മധ്യ സീസയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഈ മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി പുതുക്കി പുതുക്കി നിലക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോഴും അൾത്താരയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ഈ ആഴ്ചയിലെ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ജപ്തി നടപടിക്ക് വന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചവർ, ഡിയാൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവർ, പ്രസവമുള്ളവർ, പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവർ, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിന് പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാർ എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ്. കൃപാസന ദൈവമാതാവ് സമയ കൈകാര്യം ചാർത്തി നിന്നിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയോട് ആവശ്യപ്പെട്ട വിശുദ്ധമായ അൾത്താരയുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണീരിടുന്ന മക്കളെ, കണ്ണീർ ഉടമ്പടിയുടെ അവകാശമാണെങ്കിൽ, കണ്ണീർ ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ, കണ്ണീർ ഉടമ്പടിയുടെ യോഗ്യതയാണെങ്കിൽ, ഇപ്പോഴേ ഉടമ്പടി ദൈവമായ ഉടമ്പടി അമ്മയുടെ മധ്യ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി അവരുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കരുണയുടെ യോഗ്യതയാൽ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് അവർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ ജയിലിൽ കിടക്കുന്നവര്, കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവര്, കേസിൽ നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകാതിരിക്കുന്നവര്, നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്ന കുടുംബ സമാധാനം ഇല്ലാത്തവര്, കർത്താവിന്റെ ഭാര്യയുടെ അവിശ്വസ്ത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, മക്കൾ കുരുത്തക്കാരായിട്ട് ജീവിക്കുന്നവര്, അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവര്, എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ആരാധന ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ,
സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി പരിശുദ്ധ മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന വിഷയങ്ങളെ സാമ്പത്തിക കടങ്ങൾ, ജോലിയില്ലാത്തവർ, വീട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകുന്നത് കഞ്ഞിവെച്ച് പോകുന്നവർ, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, വ്യാപാര വ്യവസായശാലകൾ നടത്തി അത് പൂട്ടിപ്പോയവർ, അതിന് കടങ്ങളായി പോയവർ, സ്ഥലം വിൽക്കാൻ പോകുന്നവർ, ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവർ, വിസയുടെ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവർ, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവർ, ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവർ, അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കാൻ, മക്കളില്ലാത്തവർ, കുടുംബത്തിലെല്ലാത്തരം ഒരു തരത്തിൽ സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവരെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, മാർത്താമസിക്കാൻ നിവൃത്തിയില്ല, മാർത്താമസിക്കാൻ ഇടമില്ലാതെ വിഷമിക്കുന്നവരെ, നേരത്തെ സ്നേഹിച്ചിരുന്നവർ കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ, വേദനപ്പെടുന്നവർ, സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ, മാസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവർ, എല്ലാവരും സൗകര്യമായി ഇടിമുഴക്കം പതിക്കട്ടെ. അവിടെ കർത്താവിന്റെ വിശുദ്ധമായ രക്തം പതിക്കട്ടെ. അവിടെ കർത്താവിന്റെ വിശുദ്ധം പതിക്കട്ടെ. അവിടെ കർത്താവിന്റെ വിശുദ്ധം രക്തം പതിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ശ്രുതിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. സൗഖ്യം നൽകണമേ. അർശസ് പോലെ മാംസപിണ്ഡങ്ങൾ താഴേക്ക് ഇറങ്ങുന്നവരുണ്ട്. അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അർശസ് തന്നെ ആകണമെന്നില്ല, വേറെ എന്തെങ്കിലും കഷ്ണങ്ങളായാലും ശരീരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളെയും മാംസ കഷ്ണങ്ങളെയും അതിനുള്ള രോഗം അനുഭവിക്കുന്ന കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സമയം രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി. മുടി കഴിയുന്നവര്, അവന് ശരീരത്തിൽ വട്ടം വട്ടം പോലെ വ്രണങ്ങളുള്ളവര്, ശരീരത്തിൽ തലയിലൊക്കെ എല്ലാം വട്ടം വട്ടം രോഗം കൊഴിഞ്ഞു പോകുന്നവര്, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട്. ഉടമ്പടി എടുക്കുന്നവർ തീരുമാനം എടുക്കണം. നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ക്ലേശം ഉണ്ടാകത്തില്ല. വെള്ളം വിടാതിരിക്കുക, അഴുക്കുചാല അടച്ചു കളയുക, പരിസരം മലിനമാക്കുക, അതൊക്കെ ഒരു ദൈവപൈതന് ചേരാത്തതാണ്. മുട്ടിൻ്റെ താഴേക്കുള്ള അസ്ഥിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. രോഗസൗഖ്യ സന്ദേശം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാപന ആശീർവാദത്തിനായി മുട്ടി നിൽക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിത ക്ലേശങ്ങളുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 6:33 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യം അന്വേഷിച്ചുകൊണ്ട് ദൈവകൃപയും അനുഗ്രഹവും കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത ക്ലേശ കാലഘട്ടങ്ങളിൽ ഈശോയെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സത്യം ഗ്രഹിക്കുവാൻ, വിശ്വസ്തതയിൽ മുന്നേറിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. കൃപാസനത്തിൻ്റെ ധ്യാനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, ഒത്തിരിയേറെ സഹോദരങ്ങൾ റീലായിട്ടൊക്കെ ഇടുന്നുണ്ട്. അവരിലൂടെ ഒത്തിരി പേര് കർത്താവിനെ അറിയുന്നുണ്ട്. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ട്. അവരിലൂടെ ഒത്തിരി പേര്, അവർ വലിയ ദൈവവേലയാണ് ഈ കാലഘട്ടങ്ങളിൽ.
സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നവർ, കൂടുതൽ പേര് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ലോകത്തെത്തിക്കാൻ വേണ്ടി തങ്ങളുടെ കഴിവ് പ്രയോഗിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോ ആരാധന. ഈശോയെ ലോകത്തിൽ കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈശോയെ അപ്പാ അഭിഷേകം ചെയ്യണമേ. കൂടുതൽ കൂടുതൽ പ്രയത്നിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. ഇവിടുത്തെ ആദ്യത്തെ ധ്യാനം രാവിലെ 7 മണിക്കാണ്. ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാനുള്ളവർക്ക് ഫസ്റ്റ് ബാച്ച് 7 മണിക്ക് തുടങ്ങണം. 7:30 പരിശുദ്ധ കുർബാനയാണ് എല്ലാ ദിവസവും. 11 മണിക്ക് രണ്ടാമത്തെ ഉടമ്പടി ബാച്ച്, 2 മണിക്ക് മൂന്നാമത്തെ ഉടമ്പടി ബാച്ച്. പുതുതായിട്ട് എടുക്കാനുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ഷെയർ ചെയ്യുമ്പോഴും പരിശുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോഴും എല്ലാം, അതുപോലെ തന്നെ യൂട്യൂബിലെ സ്റ്റാറ്റസായിട്ടൊക്കെ വാട്സപ്പിൽ വെട്ടിയിടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. എന്തായാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥന ചെയ്യണം. പത്രം കൊടുക്കുന്നവരും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ പത്രം കൊടുക്കുന്നവർ എല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കണം. കർത്താവ് ഇതുവഴി ഒരാത്മാവെങ്കിലും കർത്താവിനെ അറിയാനും മറ്റുള്ളവർ അതിൻ്റെ പേരിൽ ജനത്തിന് പരസ്പരം ആശ്വാസം കണ്ടെത്താനും സമൂഹത്തിൽ സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും പുലരുവാനും എന്നെ സുവിശേഷത്തിന് ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്.